ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് നാദാപുരം പള്ളിയിലേക്കാണ്. അതായത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പള്ളിയാണ് നാദാപുരം പള്ളി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഉള്ളത് നാദാപുരം ടൗണിലെത്തി. ഈ കാണുന്നതാണ് അതിപ്രശസ്തമായ അതിമനോഹരമായിട്ടുള്ള നാദാപുരം പള്ളി. നാദാപുരം പള്ളി ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. അതിപ്രശസ്തവും അതിപുരാതനവുമായ ഒരു പള്ളിയാണ് നാദാപുരം. 150-ലധികം വർഷം, അതായത് 150 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ പള്ളിക്ക്. നിർമ്മാണ മികവ് കൊണ്ടും ആചാര സവിശേഷത കൊണ്ടും ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഒരു പള്ളിയാണ്. പള്ളിയും പള്ളിക്കുളവും ഏറെ പ്രശസ്തമാണ്. ഏകദേശം 20 വർഷത്തിലധികം സമയമെടുത്തു ഈ പള്ളി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. മട്ടന്നൂർ സ്വദേശി മൗലാന യാക്കൂബ് മുസല്ലിയാരുടെ നേതൃത്വത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. കേരളീയ സ്റ്റൈലും പേർഷ്യൻ സ്റ്റൈലും, അതായത് നിർമ്മാണ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പള്ളിയുടെ മച്ചിൽ ഖുർആൻ സൂക്തങ്ങൾ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് പ്രസംഗപീഠം. മറ്റ് പള്ളികളെ പോലെയല്ല, ഈ പള്ളിയിൽ 5 കബറിടം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു പള്ളി തന്നെയാണ് നാദാപുരം പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ മലയാളിക്കരയുടെ അഭിമാനം തന്നെയാണ് ഈ ഒരു പള്ളി. അപ്പോൾ ഇസ്ലാമിക ആരാധന രീതിയുടെ തനത് ശൈലി കാത്തു സൂക്ഷിക്കുന്ന മനോഹരമായിട്ടുള്ള പള്ളിയാണ് ഈ കാണുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രസ്ഥാനം കൂടിയാണ് ഈ ഒരു പള്ളി എന്ന് പറയുന്നത്. നാദാപുരം പള്ളിയിലെ എന്ന സിനിമാ ഗാനത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചന്ദനക്കുടവും നേർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പഴമക്കാർ പറയുന്നത്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള പള്ളി തന്നെയാണ് നാദാപുരം പള്ളി എന്ന് പറയുന്നത്. നിങ്ങളെപ്പോലെ ഞാൻ കാണുന്നത് ക്യാമറയിലൂടെയാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.